everyone, welcome to Jupiter Plus 2 Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂപ്പോർഡിന്റെ പ്ലസ് ടു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ ചാപ്റ്റർ കിങ്സ് ഫാമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കടക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ചില വൺ വേർഡുകൾ നമുക്ക് നോക്കാം. ഈ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഇമ്പോർട്ടൻറ്റ് മഹാജനപദം ഏതാടാ? മഗധയാണ്. കൗട്ടില്യൻ ആരായിരുന്നു? മിനിസ്റ്റർ ഓഫ് ചന്ദ്രഗുപ്ത, ചന്ദ്രഗുപ്തന്റെ മന്ത്രിയായിരുന്നു. പിന്നെ പിയാദസി എന്നുള്ള പേര് ഉള്ളത് ആർക്കാടാ? അശോകനാണ് അല്ലേ? ആർക്കാണ് പേരുള്ളത്? അശോകനാണ്. ആൻഡ് ഇതിന് ആൻസർ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. ആൻഡ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ദേവപുത്ര എന്നാണ് ടൈറ്റിൽ. എന്താണ് ദേവപുത്ര എന്നാണ്. ഇനി അശോകന്റെ ആശയം അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ആൻസർ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എന്താണ് ആശയം? ധമ്മ എന്നാണ് ആശയം. ഫൗണ്ടർ ഓഫ് മൗര്യൻ ഡൈനാസി, മൗര്യ സാമ്രാജ്യം തലവനാരാ? ചന്ദ്രഗുപ്ത മൗര്യൻ. സ്ഥാപകൻ ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യനാണ്. മക്കളെ, അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്, നിങ്ങൾക്ക് വേണ്ട നോട്ട്, ക്വസ്റ്റ്യൻസ്, കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എജ്യൂപോഡിൻ്റെ ബാച്ചിലാണ്. എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മികച്ച മാർക്ക് നേടാൻ പറ്റൂ, ഒരു അടിപൊളി മാർക്ക് നേടാൻ പറ്റൂ, ഒരു സൂപ്പർ മാർക്ക് നേടാൻ പറ്റൂ. ഒരിക്കലും നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. യൂട്യൂബിലൊക്കെ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടത് കിട്ടണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സെറ്റ് ആകും കേട്ടോ. സോ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ് മഹാജനപദ. എന്താണ് മഹാജനപദ ആൻഡ് വൈ മഗധ ബിക്കം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മഹാജനപദ? മഹാജനപദം എന്താണ്? എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും ശക്തമായ മഹാജനപദമായി മാറിയത്? BC 6th century, BC 6ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് അഥവാ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഉയർന്നു വന്നു. മഗധ, കോശാലം, കൽ, പാഞ്ചാലം, ഗാന്ധാരം, ആവന്തി മുതലായവ ആയിരുന്നത്. ഈ മഹാജനപദങ്ങൾ, ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് മഹാജനപദ. എല്ലാത്തിനും എന്തുണ്ടായിരുന്നു? ഒരു ക്യാപിറ്റൽ സിറ്റി, ഒരു തലസ്ഥാനം ഉണ്ടായിരുന്നു. ദെയർ ഓൺ ആർമി, സ്വന്തമായി സൈന്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മഹാജനപദം ഏതായിരുന്നു? മഗധ. വൈ മഗധ ബിക്കം മോസ്റ്റ് പവർഫുൾ മഹാജനപദ? എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും ശക്തമായ മഹാജനപദമായിട്ട് മാറിയത്? എന്താണ്? ഒന്നാമത്തെ എന്താ? മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ വെർ അഗ്രികൾച്ചർ വാസ് വെരി പ്രൊഡക്റ്റീവ് അല്ലേ? മഗധ ഫലഭുഷ്ടവും, അതായത് കൃഷി ചെയ്യാൻ ആവശ്യമായ പലതരത്തിലുള്ള ഘടകങ്ങളുള്ള സ്ഥലമായിരുന്നു ഇത് മഗധ. മഗധയിൽ കൃഷി ചെയ്യാൻ ആവശ്യമായ ഒരുപാട് നല്ല ഏരിയാസ് ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ മഗധയ്ക്ക് ചുറ്റും എന്തുണ്ട്? അയേൺ മൈൻസ്. അപ്പോൾ ധാരാളമായിട്ട് എന്ത് കിട്ടിയിരുന്നു? അയേൺ ഓർ അഥവാ ഇരുമ്പയിര് കിട്ടിയിരുന്നു. പിന്നെ മഗധൻ ആർമിയിൽ എന്തുണ്ട്? എലഫൻസ് അഥവാ ആനകളുണ്ട്. ആനകളെ ധാരാളമായിട്ട് എവിടെ കാണാൻ പറ്റി? മഗധൻ ആർമിയിൽ കാണാൻ പറ്റി. പിന്നെ ബിംബിസാരൻ, ബിംബിസാരനും അജാതശത്രുവും പോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ്, ഭരണാധികാരികൾ എവിടെ ഉണ്ടായിരുന്നു? മഗധയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. പിന്നെ ഇതേപോലെ 2 മാർക്കിന് എക്സാമിൽ ചോദിച്ചേക്കാം. അലഹാബാദ് പ്രശസ്തി അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി. പ്രശസ്തി പറഞ്ഞാൽ എന്താ? ദ പ്രശസ്തീസ് ആർ ഇൻസ്ക്രിപ്ഷൻസ് പിന്നെ പ്രൈസ്ഡ് ബൈ ഇൻസ്ക്രിപ്ഷൻ ആൻഡ് ബൈ പോയറ്റ്സ് പ്രൈസ്ഡ് ഓൺ കിങ്സ് ഓർ പാട്രോൺസ്. അതായത് എന്ത് ചെയ്യുക? രാജാക്കന്മാരെയും അല്ലെങ്കിൽ പ്രഭുക്കന്മാരെയും പ്രകീർത്തിച്ചുകൊണ്ട് കവികൾ എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രശസ്തികൾ. പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് പ്രയാഗ പ്രശസ്തി. ശ്രദ്ധിക്കണേ, പ്രയാഗ പ്രശസ്തി എന്ന് പറഞ്ഞാൽ എന്താ? അലഹാബാദ് പ്രശസ്തി വിളിക്കുന്നുണ്ട്. സമുദ്രഗുപ്തനെ കുറിച്ചിട്ട് ഹരിസേനൻ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ ഒന്നാണ് ഇത് പ്രയാഗ പ്രശസ്തി. പിന്നെ ഇൻസ്ക്രിപ്ഷൻസും അതിൻ്റെ ലിമിറ്റേഷൻസും, കൊത്തുലിഖിതങ്ങളും അതിൻ്റെ പരിമിതികളും പഠിച്ചു വെക്കണം. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻസ് പറഞ്ഞാൽ എന്താ? റൈറ്റിംഗ്സ് എൻഗ്രേവ്ഡ് ഓൺ സ്റ്റോൺ, മെറ്റൽ ആൻഡ് പോട്ടറി. കല്ല്, പാറ, പാത്രങ്ങൾ, അതിന് മുകളിൽ എഴുതി വെക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്ക്രിപ്ഷൻസ് അഥവാ കൊത്തുലിഖിതങ്ങൾ. ഇതിൻ്റെ ചില പ്രശ്നങ്ങൾ എന്താ? ദ ലെറ്റേഴ്സ് ആർ ഫൈൻലി എൻഗ്രേവ്ഡ് അല്ലെ? അക്ഷരങ്ങൾ മങ്ങിയ അല്ലെങ്കിൽ മാഞ്ഞു പോയിട്ടുണ്ടാവാം. അത് മാത്രമല്ല, ഈ ഇൻസ്ക്രിപ്ഷൻസ് എന്താണ്? എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി, അതായത് അന്നത്തെ സാമ്പത്തിക രാഷ്ട്രീയപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും എന്ത് എഴുതിയിട്ടില്ല? ഇൻസ്ക്രിപ്ഷൻസ് അഥവാ കൊത്തുലിഖിതങ്ങളിൽ എഴുതിയിട്ടില്ല. അത് മാത്രമല്ല, ആരാണോ ഇൻസ്ക്രിപ്ഷൻസ് അഥവാ കൊത്തുലിഖിതങ്ങൾ എഴുതിയത് അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. പിന്നെ ഇത് ഫുള്ള് വായിച്ചെടുക്കാനോ അതേപോലെ അത് വിവർത്തനം ചെയ്യാനോ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. പിന്നെ എക്സാമിന് ചോദിക്കും, വിച്ച് ആർ ദി സ്ട്രാറ്റജി യൂസ്ഡ് ബൈ കുഷാന റൂളേഴ്സ് ടു ക്ലെയിം സോഷ്യൽ സ്റ്റാറ്റസ്? സമൂഹത്തിൽ പദവി കിട്ടാനായിട്ട് കുഷാന ഭരണാധികാരികൾ സ്വീകരിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാടാ? ഒന്ന് എന്ത് ചെയ്തു? അവർ ലാർജ് കൊളോസൽ സ്റ്റാറ്റ്യൂസ്, UP-യിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ വലിയ വലിയ പ്രതിമകൾ നിർമ്മിച്ചു. അതുമാത്രമല്ല, ദേവപുത്ര അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനാണ് തങ്ങൾ അർത്ഥത്തിൽ വരുന്ന ദേവപുത്ര എന്നുള്ള ടൈറ്റിൽ അവർ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അതേപോലെ യാഗങ്ങളും പ്രശസ്തികളും നടത്തി. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഗിൽഡ് 2 മാർക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. എന്താണ് ഗിൽഡ് എന്ന് പറഞ്ഞാൽ? അതായത് എ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ്, കച്ചവടക്കാരുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സംഘത്തെ വിളിക്കുന്ന പേരാണ് ഗിൽഡ്. അപ്പോൾ ഞാനൊരു കാർപ്പൻ്റർ, ആശാരിയാണ്. അപ്പോൾ ഞങ്ങൾ ആശാരിമാർക്ക് എന്തുണ്ടാവും? ഒരു ഗിൽഡ് ഉണ്ടാവും. ഞാനൊരു ബ്ലാക്ക് സ്മിത്ത്, കൊല്ലനാണ്, ഞങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു ഗ്രൂപ്പ് ഉണ്ടാവും.
ഗോൾഡ് സ്മിത്ത് തട്ടാമാർക്ക്. അതായത് ഓരോ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഓരോരോ ഗ്രൂപ്പ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗിൽഡുകൾ. അപ്പോൾ ഈ ഗിൽഡുകൾ എന്താ ചെയ്യുക? അവർ റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കും. ഇവരെന്ത് ചെയ്യുന്നു? റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? വസ്തുക്കൾ നിർമ്മിച്ചിട്ട് എവിടെ എത്തിക്കും? മാർക്കറ്റ് അഥവാ വിപണിയിലേക്ക് എത്തിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെക്കുക. കോയിൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പഠിച്ചു വെക്കണേ. കോയിൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മക്കൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ. നമ്മുടെ ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കമന്റ് ബോക്സിൽ ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം നിങ്ങൾ ഫില്ല് ചെയ്യട്ടോ മക്കളെ. കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ആൻഡ് ഒരു വീഡിയോ മാക്സിമം ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ മുഴുവൻ എവിടെ ഉണ്ടാവില്ല? യൂട്യൂബിൽ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ, നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മാത്രമേ, നിങ്ങൾ നന്നായി പണിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്. അപ്പോൾ ഡെയിലി പഠിക്കണം, കൃത്യമായി പഠിക്കണം, കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? അങ്ങനെ കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അങ്ങനെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നമ്മുടെ ബാച്ചിൻ്റെ ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, നോട്ടുകളുണ്ട്, PYQ ഉണ്ട്. ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ഡൗട്ട് ചോദിക്കാം. യൂട്യൂബ് ക്ലാസ് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം യൂട്യൂബിൽ ക്ലാസ് വളരെ കുറവായിരിക്കും. റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. യൂട്യൂബിൽ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാവുക? എജ്യൂപോർട്ടിൻ്റെ ബാച്ചിലാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റ് ആവും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.